ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. 1 കോടി ജനങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡെയിലി AI വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. ഡെയിലി AI ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഗാമ എന്നുള്ള AI ടൂളിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. അതിലെങ്ങനെ PPT പ്രസന്റേഷൻ എങ്ങനെ തയ്യാറാക്കാം നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വെബ് പേജ് എങ്ങനെ തുടങ്ങാം, വെബ്സൈറ്റ് എങ്ങനെ തുടങ്ങാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഗാമ എന്ന ടൂളിന്റെ മറ്റൊരു സവിശേഷതയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഡോക്യുമെന്റേഷൻ എങ്ങനെ ചെയ്യാം, ഡോക്യുമെന്റ് എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു പ്രസന്റേഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം, അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷൻ ചെയ്യണം. അപ്പോൾ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്ക് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗാമയുടെ ഡോക്യുമെന്റേഷൻ എന്നുള്ള ഒരു ഫീച്ചർ. ഓക്കെ, അപ്പോൾ അതിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്രോമിൽ കയറുക, എപ്പോഴത്തെയും പോലെ ഗാമ AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാമയുടെ ആദ്യത്തെ വെബ്സൈറ്റിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് നമ്മുടെ പ്രീവിയസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ, ഒരുപാട് പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വെബ്സൈറ്റ് ഉണ്ടാക്കിയ നമ്മുടെ പ്രീവിയസ് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ജനറേറ്റ് എന്നുള്ള ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. അതിലൂടെ പ്രസന്റേഷൻ നമ്മൾ പഠിച്ചു, വെബ് പേജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് ഡോക്യുമെന്റ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡോക്യുമെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ഡോക്യുമെന്റിന് ടോപ്പിക് എന്ത് ഡോക്യുമെന്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കളർ സൈക്കോളജിനെ കുറിച്ച് നമുക്കൊരു ഡോക്യുമെന്റേഷൻ വേണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കി തരും. റെസ്യൂം ഫോർ ഒരു ഇൻഫ്ലുവൻസർക്ക് വേണ്ടിയുള്ള ഒരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ പുതിയ എംപ്ലോയീസിനെ ഓൺബോർഡ് ചെയ്യുന്നതിന് ഗൈഡിനെ കുറിച്ച് കമ്പനിക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് തയ്യാറാക്കണം. ദി വേൾഡ് ഓഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ടോപ്പിക്കിലാണ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ PDF ഫയൽ റെഡി ആക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കണം ഐ വാണ്ട് എ ഡോക്യുമെന്റ്, ഇങ്ങനെ കൊടുക്കണമെന്നില്ല, ഡയറക്റ്റ് ടോപ്പിക് കൊടുത്താൽ മതി. ഡോക്യുമെന്റ് അബൌട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊരു ഡോക്യുമെന്റ് തയ്യാറാക്കണം എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് എനിക്ക് ഡോക്യുമെന്റ് തയ്യാറാക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇപ്പം ജനറേറ്റ് എന്ന് കൊടുക്കുക. ഔട്ട്ലൈൻ നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആദ്യം നമുക്ക് തയ്യാറാക്കി തരുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 10ഓളം സെഗ്മെന്റുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡോക്യുമെന്റ് നമുക്ക് തയ്യാറാക്കി തരും എന്നുള്ളതാണ്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ദ ക്രൈസിസ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇന്ത്യയിലും വേൾഡിലും എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഹെഡിങ് ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്, സയൻസ് ബിഹൈൻഡ് ഗ്ലോബൽ വാർമിംഗ്, അങ്ങനെ വിശദമായിട്ടൊരു ഡോക്യുമെന്റിന് വേണ്ടിയുള്ള കോണ്ടന്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്തു, ഗാമ തയ്യാറാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ എങ്ങനെ ഏത് തീമാണ് വേണ്ടത്, കളറാണ്, ഏത് പിക്ചറുകൾ എങ്ങനത്താണ് വേണ്ടത് എല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തൊരു ഡോക്യുമെന്റ് നമുക്ക് തയ്യാറാക്കി തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ജനറേഷൻ തുടങ്ങി. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്രൈസിസ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞ ഹെഡിങ്ങോട് കൂടി നമുക്ക് എന്ത് ചെയ്ത ഡോക്യുമെന്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള വിത്ത് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം, പൈ ചാർട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, കൂടുതലായിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മുടെ വകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതൊക്കെ AI ക്രിയേറ്റഡ് ആണ്. നമ്മളെ വകമായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോസ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എഡിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഡോക്യുമെന്റ് തയ്യാറാക്കാം ഗാമ ടൂൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇനി ജസ്റ്റ് എന്താ ചെയ്യാൻ കൂടെ പബ്ലിഷ് അല്ലെങ്കിൽ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഔട്ട്ലൈൻ ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് എങ്ങനെയാണെന്നുള്ള നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തും കൊടുക്കാവുന്നതാണ്. ലിങ്ക് കോപ്പി ആണെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ലിങ്ക് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് കിട്ടും ചെയ്യും. ഓക്കെ, എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാനും പറ്റും.
കണ്ടോ, ഈ ലെവലിലായിരിക്കും നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റബിൾ ഫോമാറ്റ് ആണ്. പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ പബ്ലിഷ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിഷ് എന്ന ലെവലിൽ എന്ത് ചെയ്യും നമുക്കിവിടെ കിട്ടുന്നതാണ്. യെസ്, ഇവർ ഗാമ യെസ് മൊത്തം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ പബ്ലിഷ് അല്ലെങ്കിൽ ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് ഒന്ന് വിത്തിൻ ഒരു 5 minutes കൊണ്ട് എനിക്ക് ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ്, ഡോക്യുമെൻ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കോണ്ടന്റ് PDF തയ്യാറാക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീസീസ് നമുക്ക് തയ്യാറാക്കിയ പോലെ കോണ്ടന്റ്. അപ്പോൾ നമുക്ക് കോണ്ടന്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതൊന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തുക. നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗാമ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡോക്യുമെന്റ് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഈ അറിവ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പല സ്കൂൾ അധ്യാപകരുണ്ടാവും, ഇതറിയാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.